നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ മാം. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. ഞാൻ സജ്ന, സ്റ്റുഡൻറ് കൗൺസിലർ ആൻഡ് പാരന്റിംഗ് കോച്ചാണ്. പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിലെ 22 ബാച്ച് സ്റ്റുഡൻറ് കൂടെയാണ്. ട്രെയിനേഴ്സ് ടോക്ക് സീരീസിലെ ആണല്ലോ നമ്മളിപ്പോൾ ഇരിക്കുന്നത്. പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ആക്കിയവരാണ് ഇതിൽ ക്ലാസ് എടുക്കുന്നത്. പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് എന്ന ഈ കോഴ്സിലൂടെ ഒരു ട്രെയിനർ ശ്രദ്ധിക്കേണ്ട A to Z കാര്യങ്ങൾ നമ്മളെ ഇതിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ഫൈസൽ സാറും കൂടെ അർച്ചന മാമും. ഒരു ട്രെയിനർ ആകണം എന്ന് ആഗ്രഹമുള്ള ഒരാൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യേണ്ട ഒരു കോഴ്സാണ് വിംബിളിലെ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും പേരൻസ് ആണല്ലോ അല്ലെ? പേരന്റിങ് എന്നത് ഒരു ജോലിയായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ ഏറ്റവും റിസ്ക് പിടിച്ചൊരു ജോലി പേരന്റിങ് എന്ന് നമുക്ക് പറയാം. ചില സമയങ്ങളിലൊക്കെ ക്ഷമ നഷ്ടപ്പെടും. ഇത് അത്ര ഈസി ഒന്നല്ല. തളർച്ച തോന്നും. അതായത് 2-3 മക്കളുള്ളവർക്ക് ഒരേ സമയം 3 ഇമോഷൻസിലൂടെയൊക്കെ കടന്നു പോവേണ്ടി വരും അല്ലെ? എന്നാലും നമ്മൾ പതറാതെ തളരാതെ നമ്മുടെ മക്കൾക്ക് നേർവഴി കാട്ടിക്കൊടുത്ത് അവരെ നേരായ വഴിയിലൂടെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കും. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്ന് കൂടുതലായി സംസാരിക്കാൻ നമ്മോടൊപ്പം ദീപ്തി മാമുണ്ട്. മാം ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, കൂടെ LD ട്രെയിനർ കൂടെയാണ്. അപ്പോൾ നമുക്ക് വളരെ ഉപകാരപ്രദമായ ഈ ഒരു കോഴ്സ്, ഈ ഒരു ടോപ്പിക്ക് എടുക്കുവാൻ വേണ്ടി, ലീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാമിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഞാൻ. അതോടൊപ്പം ക്ലാസ് കേൾക്കുവാൻ വേണ്ടി ജോയിൻ ചെയ്തിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. വെൽക്കം ദീപ്തി മാം. Thank you, Sachinali ma'am. Thank you for your intercession. And special thanks for Wimble Academy, Faisal sir, Archana ma'am. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പ്രൊഫഷണൽ ട്രെയിനർ ആവുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് ആ സ്വപ്നം പൂവണിയുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ചെറിയ ചെറിയ ക്ലാസ്സുകൾ എടുത്ത് ശീലമുണ്ടെങ്കിൽ പോലും ഒരു ട്രെയിനർ ആവുന്നതിന് ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ടെന്ന് മനസ്സിലായത് ഈ കോഴ്സ് ചേർന്നതിന് ശേഷമാണ്. ഒരിക്കൽ കൂടി വിംബിൾ അക്കാദമിയിലെ എല്ലാവർക്കും വേണ്ടി ഞാൻ ഒന്നുകൂടി എന്നെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ദീപ്തി, സൈക്കോളജിസ്റ്റ് ആണ്, LD റെമഡിയേറ്റർ ആണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയം പേരന്റിങ് ഫോർ റെസിലിയൻസ് അഥവാ അതിജീവന ശേഷിയുള്ള ഒരു തലമുറ. എങ്ങനെയാണ് നമുക്കൊരു അതിജീവന ശേഷിയുള്ള തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്നത് ഒരു പേരന്റ് എന്ന നിലയിൽ? നമ്മൾ ഇന്നത്തെ ഒരു തലമുറയിൽ എന്താണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് എന്താണ്? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? എന്തഭിപ്രായമാണെങ്കിലും പറഞ്ഞോളൂ. ഒരു പേരന്റ് എന്ന രീതിയിൽ അടുത്ത തലമുറയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്താണ്? എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ. ശരിയാണ് മാം. താങ്ക് യു മാം. എന്തിനും ഏതിനും നമ്മുടെ അടുത്തേക്ക് ഓടിയെത്താൻ വേണ്ടിയിട്ട് ഉള്ളൊരു സ്വാതന്ത്ര്യം. യാ മാം, കറക്റ്റ്. സമ്പത്ത്, സുഖസൗകര്യങ്ങൾ, എഡ്യൂക്കേഷൻ ഇതെല്ലാം വേണം. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താണ്? എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ അതിജീവിക്കാനുള്ള ഒരു കഴിവ്, അല്ലേ? ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജി ഫീൽഡിലുള്ളവർക്കും LD റെമഡിയേറ്റർ എന്ന ഫീൽഡിൽ കൗൺസിലിംഗ് ഈ ഫീൽഡിലുള്ളവർക്ക് പ്രത്യേകിച്ച് പേരൻസിന് മാത്രമല്ല ഇങ്ങനെയുള്ള പ്രൊഫഷൻ സ്വീകരിച്ചവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ കുട്ടികൾ ചെറിയൊരു പ്രശ്നം വന്നാൽ പെട്ടെന്ന് തളർന്നു പോകും, അല്ലേ? എങ്ങനെ അതിനെ പരിഹരിക്കണം എന്ന് അറിഞ്ഞുകൂടാ. പേരൻസിനെ കുറിച്ച് നമുക്ക് പേരന്റ് എങ്ങനെയാവണം ഒരു നല്ല പേരന്റ് എന്നുള്ള ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് കേൾക്കുന്നുണ്ട്, നമുക്കറിയാം. പക്ഷെ നമ്മളൊരു പേരന്റ് ആകുമ്പോൾ ഒരു കുട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് ശരിക്കും പറഞ്ഞ് അറിഞ്ഞുകൂടാ. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഫീൽഡാണ് ഒരു പേരന്റ്. എങ്ങനെ കുട്ടികളോട് ബിഹേവ് ചെയ്യണം. കാരണം കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഗോതമ്പ് മാവ് പോലെയാണ്. നമ്മൾ കുഴച്ച് ഏത് ഷേപ്പിലാക്കുന്നോ ആ രൂപത്തിലാക്കി എടുക്കാൻ പറ്റും. അത് സാധാരണ കുട്ടികളായിക്കോട്ടെ, സ്പെഷ്യൽ നീഡ്സ് വേണ്ട കുട്ടികളായിക്കോട്ടെ. അപ്പോൾ പ്രധാനമായി വേണ്ടത്
അതിജീവന ശേഷിയുള്ള ഒരു തലമുറ ഉണ്ടാക്കിയെടുക്കലാണ്. ഇപ്പോൾ പേരൻസ് എല്ലാം കുട്ടികൾക്ക് നൽകുന്നുണ്ട്. സമ്പത്ത്, സുഖസൗകര്യങ്ങൾ, എഡ്യൂക്കേഷൻ. എത്ര ബുദ്ധിമുട്ടിയാണെങ്കിൽ ഏറ്റവും നല്ല സ്കൂളിൽ അഡ്മിഷൻ മേടിച്ചു കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാ? തങ്ങൾക്ക് കിട്ടാവുന്നതിന്റെ അപ്പുറം ലെവലിലേക്ക് കുട്ടികളെ വളർത്തിയെടുക്കണം, അവരെ വളർത്തി വലുതാക്കണം. പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ കുട്ടിക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പല പേരൻസിനും അറിയില്ല, കുട്ടികൾക്കും അറിയില്ല. ഭൂരിഭാഗം പേരും ഹെലികോപ്റ്റർ പേരന്റിങ് ആയിരിക്കും അല്ലേ? കുട്ടിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ അവരായിട്ടങ്ങ് ഏറ്റെടുക്കും, എന്നിട്ട് അവര് തന്നെ പ്രശ്നപരിഹാരം നോക്കും അല്ലേ? സ്കൂളിൽ ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ പേരൻസ് തമ്മിലായിരിക്കും പ്രശ്നം, അല്ലെങ്കിൽ പേരന്റും ടീച്ചറും തമ്മിലായിരിക്കും. ശരിക്കും ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനമായി വേണ്ടത് കുട്ടികൾക്ക് അതിജീവന ശേഷി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് ഏത് വിധത്തിലാണ് എന്നാണ് ഈ ഒരു ചെറിയ സെഷനിലൂടെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണെങ്കിൽ കൂടി ചെറിയ ചെറിയ മിസ്റ്റേക്കുകളിലൂടെ കുട്ടികളിൽ ഉണ്ടാകുന്ന ബിഹേവിയർ ഇഷ്യൂസിനെ കുറിച്ചും കൂടിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. സ്പെഷ്യൽ നീഡ്സ് വേണ്ട കുട്ടികളായിക്കോട്ടെ, സാധാരണ കുട്ടികളായിക്കോട്ടെ, കുട്ടികൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പല കുട്ടികൾക്കും അറിയില്ല. നമ്മൾ പറയുന്ന കേൾക്കുന്നുണ്ട്, ഇന്ന കുട്ടിക്ക് ഡിപ്രഷനാണ്, വല്ലാത്തൊരു എന്താ പറയാ, ഇതൊരു പ്രശ്നം വന്ന കൈകാര്യം ചെയ്യില്ല, അവൾ തളർന്നു പോകും, മിണ്ടില്ല, സംസാരിക്കില്ല, ഭക്ഷണം കഴിക്കില്ല. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഈ പ്രശ്നം വരുന്നത്? എങ്ങനെയാണ് പ്രശ്നത്തെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. ഭൂരിഭാഗം പേരൻസും ആ പ്രശ്നത്തെ ഏറ്റെടുത്ത് ഒന്നും കൂടി പ്രശ്നത്തിൽ കൊണ്ട് എത്തിക്കും. അപ്പോൾ ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് അതിജീവന ശേഷിയുള്ള ഒരു തലമുറയെ നമ്മൾ വാർത്തെടുക്കേണ്ടത്? ആർക്കെങ്കിലും അഭിപ്രായം പറയാമോ? എങ്ങനെ സാധിച്ചെടുക്കാൻ പറ്റും? ഒരു പേരന്റ് എന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു നല്ലൊരു തലമുറയെ, ഒരു റെസിലിയൻസ് ആയിട്ടുള്ള പേരന്റ്, ഒരു പെർഫെക്റ്റ് പേരന്റ് ആവണം എന്ന് നമ്മൾ ഒരിക്കലും വാശി പിടിക്കരുത്. പക്ഷെ ഒരു റെസിലിയൻ പേരന്റ്, അതിജീവന ശേഷിയുള്ള, അതിജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന, പ്രതിരോധ ശേഷിയുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? സ്വന്തം അഭിപ്രായം എന്താണെങ്കിലും പറഞ്ഞോളൂ. ഒരു കുട്ടിയെ അവനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കാനും അവന്റെ കാര്യങ്ങൾക്ക് ശരിയായ ഗൈഡ് ലൈൻസ് മാത്രം കൊടുക്കാനും ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും. മറ്റാർക്കെങ്കിലും? റാണി മാം പറഞ്ഞ കറക്റ്റ് ആണ്. താങ്ക് യു മാം. ദീപ്തി മാം, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മളെ ഏറ്റവും കൂടുതൽ അവരെ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ എല്ലാത്തിനും യെസ് അല്ല, നോ എന്ന് പറയുന്ന ഒരു മറുവശം കൂടിയുണ്ട്. നോയിനെയും അതേ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ മക്കളെ ചെറിയ ലെവലിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ കാര്യത്തിന് പോലും നമ്മൾ നോ പറയാതെ എല്ലാം സാധിച്ചു കൊടുക്കുമ്പോൾ ഒരു പക്ഷേ വലിയൊരു സിറ്റുവേഷനിലായിരിക്കും നമ്മൾ അവർക്ക് നോ കേൾക്കേണ്ടി വരും. അവിടെ ചിലപ്പോൾ അവർക്കൊരു യെസ് കിട്ടിയില്ല എന്ന് വരും. പലപ്പോഴും കുട്ടികൾ ആ ഒരു നോയിലാണ് ഓവർ റിയാക്ട് ചെയ്ത് പോകുന്നതും പല കാര്യങ്ങളിൽ ചെന്ന് പെടുന്നതും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ചില പേരൻസ് കണ്ടിട്ടുണ്ട്, കുട്ടികള് ദേഷ്യപ്പെടുമ്പോ, ഈ അവൻ ഭയങ്കര ദേഷ്യക്കാരനാ, ഇന്നത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവന് ദേഷ്യം വരും, അതിന്റെ പേരിൽ വാശി പിടിക്കും. മാക്സിമം വാശിയുടെ ലെവലിൽ എത്തിക്കഴിയുമ്പോൾ പിള്ളേർക്ക് കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് അത് ചെയ്തു കൊടുക്കും. ഇത് പേരൻസിന്റെ മാത്രം കുറ്റമല്ല, ഇതിന് സപ്പോർട്ടായിട്ട് ഗ്രാൻഡ് പേരൻസും ഉണ്ടാവും. കുട്ടി വാശി പിടിക്കുന്നു, കരയുന്നു, എന്നാ പിന്നെ അത് എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുത്തൂടെ? നമ്മൾ പലപ്പോഴും നമ്മുടെ വീടുകളിലും നമ്മുടെ അടുത്ത വീടുകളിലും നമ്മുടെ പരിചയക്കാരുടെ വീടുകളിലും ഒക്കെ കണ്ടേക്കണ ഒരു കാര്യമാണ്. ഒന്നുകിൽ അച്ഛൻ, അമ്മ, അതല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ്. ഇതെന്തുകൊണ്ട് കുട്ടികളുടെ അപ്പം മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്താണ്? ഞാൻ വാശി പിടിച്ചു കഴിഞ്ഞാൽ, ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തു സാധിക്കും? വേറെ ചിലർ പറയും, എന്റെ മോന് അവന്റെ അച്ഛന്റെ ദേഷ്യ അല്ലെങ്കിൽ മുത്തശ്ശന്റെ ദേഷ്യ. കുട്ടിയുടെ മുന്നിൽ വെച്ച് പറയുന്ന ഒരു വാക്കാണത്. കുട്ടി അത് തീർച്ചയായും ഒരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കും. ഒരു പ്രശ്നം വന്ന വാശി പിടിച്ച് ദേഷ്യം പിടിച്ച് എന്താച്ചാ നേടിയെടുക്കാം. ആക്ച്വലി എന്താണ് വേണ്ടത്? ഒരു പ്രോബ്ലം എന്തു വന്നോ, ഉദാഹരണത്തിന് സ്കൂളിൽ ഒരു പ്രശ്നം ഉണ്ടായി, വേഗം പേരൻസ് അത് ഏറ്റെടുത്ത് ടീച്ചറുമായ ഒരു ബഹളത്തിന് പോകും, അല്ലെങ്കിൽ ആ കുട്ടിയുടെ പേരന്റുമായ ഒരു പ്രശ്നത്തിന് പോകും. അതിന് പകരം കുട്ടിയോട് ചോദിക്കുക, എന്താണ് പ്രശ്നം ഉണ്ടായത്, ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും, നിന്റെ അഭിപ്രായം എന്താണ്? ഒരു ക്ലാരിറ്റി വരുത്തുക. കുട്ടിയോട് അഭിപ്രായം ചോദിക്കുക. എന്തു വേണം ഞങ്ങള്, നിന്റെ അഭിപ്രായം പറയും. സ്വാഭാവികമായും കുട്ടിക്ക് എന്തുണ്ടാകും? അവിടെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എനിക്ക് എന്റേതായ അഭിപ്രായം ഉണ്ടാകുന്നു, എനിക്ക് ആത്മവിശ്വാസത്തോടെ എൻ്റെ പേരൻസിനോട് അത് പറയാൻ കഴിയുമെന്നും കുട്ടിയുടെ മനസ്സിൽ തോന്നലുണ്ടാവുകയാണ്. പതുക്കെ
കോൺഫിഡൻസ് ഉള്ള ഒരു കുട്ടി അവിടെ ബിൽഡ് ചെയ്യപ്പെടുകയാണ്. ശരിയല്ലേ? രണ്ടാമതായി പോയിന്റായി പറയുന്നത് പരാജയങ്ങളെ അതിജീവിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ചില കുട്ടികൾക്ക് തോൽക്കുക എന്നുള്ളത് ഏറ്റവും ഭയപ്പാടുള്ള ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് തോൽവി എന്നൊരു വിഷയമേ അല്ലായിരുന്നു. ഗ്രൂപ്പായിട്ട് ഒരുപാട് കളികളിൽ ഏർപ്പെടും, പല കോമ്പറ്റീഷനിൽ ചേരും. തോൽവി ഒരു വിഷയമേ അല്ല. പക്ഷേ ഇന്നത്തെ സമയത്ത്, ഇന്നത്തെ കാലത്ത് പരീക്ഷയുടെ കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും ഒരു മത്സര കാര്യത്തിലായിക്കോട്ടെ, ഒന്നാമതെത്തുക എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷെ അത് കുട്ടികളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ഒരു സ്പർദ്ധ. എന്തുകൊണ്ട് കുട്ടികളുടെ ഇടയിൽ ഒരു മത്സര സ്വഭാവം വന്നു? ആരോഗ്യകരമായ മത്സരം വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ കുട്ടികൾക്കിടയിൽ ഒരു വൈരാഗ്യ ബുദ്ധി തോന്നുന്ന തരത്തിൽ എങ്ങനെ കുട്ടികളുടെ മനസ്സിൽ ഇത് വരുന്നു? തീർച്ചയായും നമ്മൾ പേരൻസ് തന്നെയാണ് കാരണക്കാര്, അല്ലെ? പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടിയുടെ കാര്യത്തിൽ എത്ര പേര് ഇത് പ്രാവർത്തികമായിട്ട് എടുക്കും? അല്ലെ? എൻ്റെ മോൻ, എൻ്റെ മോള് തോറ്റു കഴിഞ്ഞ എനിക്കൊരു വിഷയമല്ല, അവൻ തോൽവിയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന, എന്ന് ഉറച്ച ശബ്ദത്തോടെ പറയുന്ന എത്ര പേരൻസ് ഉണ്ടാവും? എൻ്റെ കുട്ടിക്ക് എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിൽ പോകണം, 90 എബോവ് അല്ലെങ്കിൽ 95 എബോവ് മാർക്ക് കിട്ടണം. അപ്പുറത്തെ വീട്ടിലെ കുട്ടി എൻട്രൻസ് കോച്ചിങ്ങിന് പോയി തുടങ്ങി. ആ സ്ഥലത്ത് തന്നെ എൻ്റെ മോനെയും അല്ലെങ്കിൽ മോളെ വിടണം. അതിൽ മാർക്ക് കുറഞ്ഞു പോയാലോ? ടെൻഷനാണ് പേരൻസിന്. എൻ്റെ പരിചയത്തില് ഒരു ലേഡി പറഞ്ഞ കാര്യമാണ്, മോന് SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ്. കുട്ടി പഠിക്കുന്നില്ല, ഫുൾ ടൈം മൊബൈല്, TV ഇങ്ങനെയുള്ള ഗാഡ്ജറ്റ്സിൽ കുട്ടി കണക്ട് ചെയ്ത് കിടക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലേ ആക്ടിവിറ്റീസ്. കുട്ടിക്ക് പഠനത്തിനോട് താല്പര്യമില്ല. ഉടനെ അമ്മ ഭീഷണിപ്പെടുത്തുകയാണ് കുട്ടിയെ. എന്താണെന്നറിയോ? 90% താഴെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അമ്മ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. ഇതാ കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്ന ചിന്ത എന്തായിരിക്കും? സ്വാഭാവികമായും ആ സ്ട്രെസ് റിഫ്ലക്റ്റ് ചെയ്യപ്പെടും കുട്ടിയുടെ ഉള്ളില്. ശരിയല്ലേ? മാർക്ക് കുറഞ്ഞു പോയതിന്റെ പേരിൽ മാത്രം സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുകയും സൂയിസൈഡ് ചെയ്യുകയും വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ഒരുപാട് കുട്ടികളെ കുറിച്ച് നമുക്കറിയാം, അല്ലെ? എന്തുകൊണ്ടാ? ഈ മത്സര ബുദ്ധി സ്വഭാവം, പരസ്പരം പേരൻസ് തമ്മിലുള്ള മത്സരം അല്ലെങ്കിൽ റിലേറ്റീവ്സ് തമ്മിലുള്ള മത്സരം, അവരുടെ ഉള്ളിലുണ്ടാക്കുന്ന ഒരു റിഫ്ലക്ഷൻ കുട്ടിയിലേക്ക് പടർന്നു പിടിക്കുകയാണ്. ഒരു മത്സര ഓട്ടത്തിലായിക്കോട്ടെ, എനിക്ക് ആദ്യം ഓടി ജയിക്കണം, നല്ലതാണ്, ഒന്നാമതെത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പക്ഷെ അതൊരു ആരോഗ്യകരമായ രീതിയിൽ പോവാതെ പരസ്പരം, അടുത്തിരിക്കുന്ന ആളെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ്, അടുത്ത് ഓടി എത്താറായി എന്ന് കാണുമ്പോൾ പതുക്കെ ആ കാല് വെച്ചൊന്ന് തട്ടി. വർഷങ്ങൾക്ക് മുമ്പാണ്, എൻ്റെ മകന്റെ സ്കൂളിൽ നടന്ന ഒരു കാര്യമാണ്. കുട്ടിയെ വീഴ്ചു. എന്തുകൊണ്ടാ കുട്ടിയുടെ മനസ്സിൽ ഇത്തരത്തിലൊരു മോശപ്പെട്ട ചിന്തകൾ വരുന്നേ? അമ്മയ്ക്ക് ടെൻഷനാണ്, അല്ലെങ്കിൽ അച്ഛന് ടെൻഷനാണ്, മോന് അല്ലെങ്കിൽ മോൾ ഒരിടത്തും മോശക്കാരാവരുത്. അതിന്റെ പേരിൽ അവർ ഹാപ്പി ആവണം. അവർക്ക് കിട്ടാത്ത പലതും അവരെ ഒന്നാമതാക്കി കാണിച്ചു കൊടുക്കണം, അല്ലേ? എത്ര പേരൻസിന് ധൈര്യത്തോടെ പറയാൻ പറ്റും, എൻ്റെ മോൻ മോൾ അല്ലെങ്കിൽ തോറ്റോട്ടെ, തോൽവിയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്, തോൽവി വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്, വിജയത്തിലേക്കുള്ള ഒരു പാത. ആ തോൽവിയിൽ നിന്ന് എന്തുകൊണ്ട് തോറ്റു എന്നും എൻ്റെ കുട്ടിക്ക് പഠിക്കാനുണ്ട്, അല്ലേ? എത്ര പേർക്ക്, ഈ ഇരിക്കുന്ന പേരൻസിൽ എത്ര പേർക്ക് പറയാൻ സാധിക്കും? ആർക്കെങ്കിലും ധൈര്യത്തോടെ പറയാൻ സാധിക്കുമോ? ഒരു പരീക്ഷാക്കാലം വരുമ്പോ ടെൻഷൻ ഇല്ലാതെ സമാധാനമായി നീ പഠിക്കൂ എന്ന് പറയാൻ കഴിയുന്ന എത്ര പേരൻസ് ഉണ്ട് ഈ കൂട്ടത്തില്? മാം, ഞാൻ എൻ്റെ മോളെ 10ാം ക്ലാസ് വരെ എക്സാം ഇല്ലാത്തൊരു സ്കൂളിൽ പഠിപ്പിച്ച ഒരാളാണ്. 10th വരെ. വെരി ഗുഡ്, വെരി ഗുഡ്. അവിടെ കോമ്പറ്റീഷൻ ഇല്ല, മത്സരബുദ്ധി ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു രീതിയിൽ പഠിപ്പിച്ചു. ഇപ്പൊ അവള് ഡിഗ്രിക്ക് പഠിക്കുന്നു. ഇതുവരെ അവളെ കുറിച്ച് ഇതുവരെ ഒരു ക്ലാസ്സിൽ ഫസ്റ്റ് ആവണമെന്നോ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യണമെന്നോ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് എത്രയും കോൺഫിഡന്റ് ആയി എവിടെ വേണമെങ്കിലും എനിക്ക് പറയാൻ പറ്റും. വെരി ഗുഡ് മാം, എ ബിഗ് ക്ലാപ്പ്. താങ്ക് യു മാം. ഇത്തരത്തിലുള്ള പേരൻസ് എത്ര പേരുണ്ടാവും നമ്മുടെ സമൂഹത്തില്, അല്ലെ? എൻ്റെ കുട്ടി മത്സരത്തിൽ ഒന്നാമതെത്തണം,
അല്ലെങ്കിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണം, അടുത്ത വീട്ടിലെ കുട്ടിയേക്കാൾ ഒരു മാർക്കെങ്കിലും കൂടുതൽ മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പേരൻസ് ആണ് ഭൂരിഭാഗം പേരും. എനിക്ക് പരിചയമുള്ള ഒരു കുട്ടി പറഞ്ഞ കാര്യമുണ്ട്, എനിക്ക് തോൽക്കുന്നത് ചിന്തിക്കാൻ വയ്യ, തോൽക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണെന്ന്. തോൽവിയെ അഭിമുഖീകരിക്കാൻ അത്രയ്ക്ക് ഭയമാണ് അവർക്ക്. അതൊരു മത്സരം എന്നുള്ള രീതിയിൽ, ആരോഗ്യകരമായ മത്സരം എന്ന രീതിയിൽ പെടുത്താതെ അതിനെ എന്തോ ജീവൻ മരണ പോരാട്ടമായി കാണുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. അതിന് തീർച്ചയായും കാരണക്കാർ നമ്മൾ പേരൻസ് ആണ്. ഇതുപോലെ വളരെ ചുരുക്കം പേരൻസ് മാത്രമേ ഉണ്ടാകൂ എൻ്റെ കുട്ടി ഒരുപാട് വലിയ ഉയരങ്ങൾ കീഴടക്കണം അങ്ങനെ ചിന്തിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ എൻ്റെ കുട്ടി എപ്പോഴും എല്ലായിടത്തും ഒന്നാമതായിരിക്കണം എന്ന് വാശി പിടിക്കുന്ന പേരൻസ് ആണ് ഭൂരിഭാഗം പേരും. കുട്ടി ഒന്നാമതായില്ലെങ്കിൽ ജീവൻ കളയും എന്ന് ഭീഷണിപ്പെടുത്തുന്ന പേരൻസും ഉണ്ട് ഇപ്പോഴും, അല്ലേ? അപ്പോ അടുത്തതായി നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം, മൂന്നാമതായി പറയുന്ന പോയിന്റ്, ബി എ റോൾ മോഡൽ. ആരാണ് റോൾ മോഡൽ ആവേണ്ടത് നമ്മുടെ കുട്ടികൾക്ക്? നമ്മൾ പേരൻസ് തന്നെ. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ പലപ്പോഴും കേട്ടേക്കണ ഒരു വാചകമായിരിക്കും, ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട്, അപ്പുറത്തെ വീട്ടിലെ ഇന്ന കുട്ടിയെ കണ്ടു പഠിക്കുക, ആ കുട്ടിക്കില്ലാത്ത കഴിവുകളില്ല, അല്ലേ? നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും, അല്ലേ? കേൾക്കാത്തവരുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. ആ കുട്ടിയുടെ മിടുക്ക് കണ്ടോ, പഠിക്കാനുള്ള കഴിവ് കണ്ടോ, എന്തൊക്കെ മിടുക്കുകളാ, പാട്ടിന്, ഡാൻസിന്, എല്ലാത്തിനും കഴിവുകളുണ്ട്, നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം, കണ്ടു പഠിക്കുക. പക്ഷെ എത്ര പേരൻസിന് പറയാൻ സാധിക്കും, നീ എന്നെ കണ്ടു പഠിക്കുക? സാധിക്കോ? മനസാക്ഷി കുത്തില്ലാതെ ഏതെങ്കിലും പേരൻസിന് പറയാൻ സാധിക്കോ? തീർച്ചയായിട്ടും എനിക്കറിയാം. തീർച്ചയായും അത് അംഗീകരിക്കാൻ കഴിയുന്നു തന്നെ വലിയൊരു കാര്യം. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന്, അല്ലേ? അതുപോലെ ഓരോ പേരൻസിനും പറയാൻ സാധിക്കണം, നീ എന്നെ കണ്ടു പഠിക്കുക. പലരും പറയും, അവരുടെ കഷ്ടപ്പാടിന്റെ കഥ പറയും, ഞാൻ ഇത്ര കിലോമീറ്റർ നടന്നിട്ട് സ്കൂളിൽ പോയി, നിനക്ക് എന്തൊക്കെ സൗകര്യം ഉണ്ട്, എന്നിട്ട് നിനക്ക് എന്തൊക്കെ നേടാൻ കഴിഞ്ഞു, ഇതിനപ്പുറം മാർക്ക് ഞാൻ മേടിച്ചിട്ടുണ്ട്, ഇതിലപ്പുറം കഷ്ടപ്പാടിൽ ഞാൻ വളർന്നിട്ടുണ്ട്, എനിക്കൊരു പെൻസിലേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ കീറിയ ഷർട്ട് നിക്കറേ ഉണ്ടായിരുന്നുള്ളൂ, ഇതൊക്കെ ബുദ്ധിമുട്ടി ജീവിച്ച് കഞ്ഞിയും കുടിച്ചാൽ ഞാൻ പോയിരുന്ന നിങ്ങളെ കഥകൾ കുറെ പേർക്ക് പറയാനുണ്ട്, അല്ലേ? ഒത്തിരി ദൂരം നടന്നു പോയതിന്റെയും കറണ്ട് ഇല്ലാതെ പഠിച്ചതിന്റെയും ഒക്കെ കഥകൾ പറഞ്ഞ് കുട്ടികൾക്ക് കൊടുക്കും. പക്ഷെ നല്ലൊരു റോൾ മോഡൽ ആകാൻ എത്ര പേർക്ക് സാധിക്കും? വീട്ടിലെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ എത്ര പേർക്ക് സാധിക്കും? വീട്ടിലൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ പേരൻസ് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്? കുട്ടികളോട് നമ്മൾ പറയൂ, നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഫിനാൻഷ്യലി നമ്മൾ ഓക്കെ അല്ല, സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്, പല പേരൻസ് അത് തുറന്നു പറയില്ല. കാരണം എന്താണെന്നറിയോ? എനിക്ക് അനുഭവിക്കാൻ പറ്റാത്ത പലതും എൻ്റെ കുട്ടി അതിന്റെ പേരിൽ ബുദ്ധിമുട്ടരുത്, എനിക്ക് അതിന്റെ ഇരട്ടി കൊടുക്കണം, അത് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ശരി. അത് കുട്ടിക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ അതൊന്നും അല്ല അന്വേഷിക്കുന്നത്, എനിക്കത് കിട്ടിയിട്ടില്ല എൻ്റെ പ്രായത്തില്, ഞാനത് ഒരുപാട് കൊതിച്ചിരുന്നു, പക്ഷെ എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ അത് ഓർത്ത് വേദനിക്കരുത്, ദുഃഖിക്കരുത്, കഷ്ടപ്പെടരുത്. പണത്തിന്റെ വില പല കുട്ടികൾക്കും അറിയില്ല. പല കുട്ടികൾക്കും അച്ഛനമ്മമാർ എന്ന് പറഞ്ഞ ഒരു ATM മെഷീനാണ്. എങ്ങനെയാണ് ആ പൈസ ഉണ്ടാക്കാൻ അവർ സഫർ ചെയ്യുന്നത്, അവർ എത്രത്തോളം അത് ബുദ്ധിമുട്ടുണ്ട്, എത്ര കുട്ടികൾ അത് ഇന്നത്തെ തലമുറയിൽ മനസ്സിലാക്കുന്നുണ്ടാവും? ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ആ വീട്ടിൽ അവർ കൈകാര്യം ചെയ്യുന്ന രീതി, ആ കുട്ടിയോട് അത് ഏത് വിധത്തിൽ അവർ മനസ്സിലാക്കി കൊടുക്കുന്നു എന്ന രീതി, ഇതെല്ലാം കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തും. ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും അതിജീവിക്കാൻ എനിക്ക് സാധിക്കും എന്നൊരു കോൺഫിഡൻസ് പതുക്കെ പതുക്കെ ആ കുട്ടിയിൽ വളർന്നു വരും. ശരിയല്ലേ? നാലാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത് സാമൂഹിക ബന്ധങ്ങൾ വളർത്തിയെടുക്കുക, അല്ലേ? സാമൂഹിക ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ വെറുതെ സുഹൃത്തുക്കൾ മാത്രമല്ല, നല്ല നല്ല ബന്ധുക്കാരെ പറ്റിയും, നല്ല ബന്ധുക്കാരെന്നല്ല, കുടുംബത്തിലുള്ള ബന്ധുക്കളെ കുറിച്ചും അയൽവക്കക്കാരെ കുറിച്ചും, ആരൊക്കെയാണ് നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ പ്രധാനപ്പെട്ട ബന്ധുക്കാരാരാണെന്ന് ചോദിച്ചാൽ
പല കുട്ടികൾക്കും അറിയില്ല. വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവും പലരും, പക്ഷെ പലർക്കും റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, എൻ്റെ അമ്മയുടെ അമ്മാവന്റെ ഏതോ ഒരാള് അങ്ങനെ പറയും അല്ലെ. ചില കുട്ടികൾക്ക് അറിയില്ല ഇത് അമ്മയുടെ ആരാണ്, ഇത് അച്ഛന്റെ ആരാണ്. ഇറിറ്റേഷൻ ആണ് ചില കുട്ടികൾക്ക്. പേരൻസിന്റെ ഒക്കെ റിലേറ്റീവ്സ് വന്നാൽ അവരെ ഫേസ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ്. അവർക്കറിയില്ല എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം, ഏത് രീതിയിൽ സമീപിക്കണം. അപ്പൊ നമ്മൾ പേരൻസ് എന്ത് ചെയ്യണം? കുറച്ച് സുഹൃത്തുക്കൾ, അവന്റെ ഒരു സുഹൃത്ത് വലയം മാത്രമല്ല ജീവിതം എന്ന് മനസ്സിലാക്കി കൊടുത്ത്, നമുക്ക് ഇത്ര ഇത്ര ബന്ധുക്കാരുണ്ട്, അവരോടൊക്കെ നല്ല രീതിയിൽ സംസാരിക്കണം, നല്ല രീതിയിൽ പെരുമാറണം എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന, ആ ബന്ധങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി കൊടുക്കുന്ന പേരൻസ് വളരെ കുറച്ചേ ഉള്ളൂ അല്ലെ. ഇപ്പൊ ന്യൂക്ലിയർ കുടുംബമായതിൽ പിന്നെ എല്ലാവരും അച്ഛൻ അമ്മ 2 കുട്ടികൾ, അതിനപ്പുറത്തേക്ക് ഒരു ലോകവും ഇല്ല. അവർ കടന്നു വന്ന അവരാ ബന്ധുക്കളിൽ നിന്നുണ്ടായ മൂല്യങ്ങൾ, കൂട്ടുകുടുംബത്തിൽ ജീവിച്ചതിന്റെ സുഖം അവരാരും മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോൾ അതിജീവന ശേഷിയുള്ള ഒരു തലമുറ വളർത്തിയെടുക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കാരണം പണ്ട് കാലത്ത് കൂട്ടുകുടുംബമായിരുന്നു, ഒരുപാട് അയൽവക്കങ്ങളുമായിട്ട് കണക്ഷൻസ് ഉണ്ടായിരുന്നു. ഇതുപോലെ ഫ്ലാറ്റുകളിൽ മാത്രം ഒതുങ്ങിയ ഒരു ജീവിതം ആയിരുന്നില്ല. മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ജീവിതം ആയിരുന്നില്ല. എല്ലാവരുമായി ഇന്ററാക്ഷൻസ് ഉണ്ടായിരുന്നു. അന്ന് വാട്സാപ്പ് ഉണ്ടായിരുന്നില്ല, ഫേസ്ബുക്ക് ഉണ്ടായിരുന്നില്ല, മറ്റൊരു സോഷ്യൽ മീഡിയാസ് ഇല്ലാതെ തന്നെ ഒരു പ്രശ്നം വരുമ്പോൾ ഓടി വരാൻ ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബന്ധങ്ങളുടെ മൂല്യം പല കുട്ടികൾക്കും അറിയില്ല. പല കുട്ടികളെയും അത് മനസ്സിലാക്കി കൊടുത്തിട്ടില്ല. സൗഹൃദത്തിന്റെ മൂല്യം എന്താണെന്നും കുടുംബ ബന്ധങ്ങളുടെ മൂല്യങ്ങൾ എന്താണെന്നും നമ്മൾ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഒരു പ്രശ്നം വന്നാൽ നിനക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ട്, നിനക്ക് സപ്പോർട്ടായി ഞങ്ങൾ എപ്പോഴും കൂടെയുണ്ട് എന്നൊരു ഫീലിങ്സ് കുട്ടികളുടെ ഉള്ളിൽ നിറയ്ക്കാൻ ശ്രമിക്കുക. പല പേരൻസും അത് സാധിച്ചിട്ടില്ല. മനഃപൂർവ്വമല്ല, അവരുടെ ജോലി തിരക്കുകളോ മറ്റെന്തെങ്കിലും കാരണങ്ങളോ ആയിരിക്കാം. പക്ഷെ ബന്ധങ്ങളെ കുറിച്ചുള്ള മൂല്യങ്ങൾ ഇന്നത്തെ തലമുറ മറക്കുകയാണ്. അടുത്തതായി പറയുന്നത് ആരോഗ്യകരമായ റിസ്ക് എടുക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക. ഇപ്പോഴത്തെ പേരൻസ്, ഇപ്പോഴത്തെ എന്നല്ല, മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, ആൺകുട്ടികളെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ജോലിയും ചെയ്യിപ്പിക്കില്ല. ഇപ്പോ ഈ ലേറ്റസ്റ്റ് വന്നിരുന്ന ഈ അടുത്ത കാലത്ത് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടേക്കണ ഒരു കാര്യമാണ്, ആൺകുട്ടികൾ ചൂലെടുക്കരുത്, എച്ചിൽ പാത്രം കഴുകരുത്, ഇങ്ങനെയൊക്കെ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ പെൺകുട്ടികൾക്ക് മാത്രമുള്ള ജോലിയാണ്, വേർതിരിവില്ലാതെ. ഈ ലേറ്റസ്റ്റ് ആയി ഇപ്പൊ കുറച്ച് വ്യത്യാസം വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു റിസ്ക്കും കുട്ടികളെ എടുക്കാൻ സമ്മതിക്കില്ല. പണ്ട് കാലത്ത് കുട്ടികൾ റിസ്ക് എടുക്കുകയായിരുന്നു. സൈക്കിളിൽ പോയി അല്ലെങ്കിൽ നടന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരും. ഇപ്പോഴത്തെ ഒരു തലമുറ കുട്ടിയെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കില്ല. പാമ്പർ ചെയ്ത് വളർത്തും. എന്ത് വിഷയം വന്നോ കൂടെ ഉണ്ട്. കുട്ടി കരഞ്ഞോ കൂടെ അമ്മ കരയും, അല്ലെങ്കിൽ അച്ഛൻ കരയും. അങ്ങനത്തെ ഒരു ലെവലിലേക്ക് ആയിട്ടുണ്ട്. കുട്ടിയുടെ ദേഷ്യം, അയ്യോ അവന് ഭയങ്കര ദേഷ്യമാണ്, അതുകൊണ്ട് ഇന്ന രീതിയിൽ ചെയ്തു കൊടുക്കണം. ദേഷ്യത്തിന് അല്ലെങ്കിൽ സങ്കടത്തിനൊക്കെ വാല്യൂ കൊടുക്കണം. എന്നാൽ അതിനപ്പുറത്തേക്ക് ആ കുട്ടിയിൽ സ്വന്തമായി ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ ചെറിയ ചെറിയ റിസ്കുകളുള്ള ജോലികൾ ഏറ്റെടുപ്പിക്കണം. എന്തെങ്കിലും അടുത്ത വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവനോട് സഹായിക്കാൻ ചെല്ലാൻ പറയുക. അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം വരുമ്പോൾ, ചിലപ്പോൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടിയായിരിക്കാം, സ്റ്റേജിൽ കയറി പാട്ട് പാടാൻ പറയുക, അല്ലെങ്കിൽ പ്രസംഗിക്കാൻ പറയുക. ചില കുട്ടികളുണ്ട് ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പേരൻസ് കമ്പൽ ചെയ്യാതെ അതിനെ മാക്സിമം, അതുകൊണ്ട് നിനക്കുണ്ടാവുന്ന ഗുണങ്ങൾ ഇങ്ങനെയാണ്, നീ കുറച്ചും കൂടി എക്സ്ട്രോവേർട്ട് ആവും, മറ്റാളുകളുമായിട്ട് ഇടപെടാൻ സാധിക്കും. ഇൻട്രോവേർട്ടിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരും ജനിക്കുമ്പോൾ ഇൻട്രോവേർട്ട് ആകുന്നില്ല, ആരും ജനിക്കുമ്പോൾ എക്സ്ട്രോവേർട്ടും ആവുന്നില്ല. സാമൂഹിക ബന്ധങ്ങളാണ് ഇവരെ, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളാണ് അവരെ ആ രീതിയിലേക്ക് താഴ്ത്തിപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ലേണിംഗ് ഡിഫിക്കൽറ്റിയുമായിട്ട് വന്ന ഒരു കുട്ടിയുടെ പേരന്റ്, കുട്ടിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എഴുതാനും വായിക്കാനും കുറച്ച് സ്ലോ ലേണർ ആണ്.
പേരൻസ് പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല, പക്ഷെ പറയുന്ന ഒരു വാചകം ഇവളെല്ലാത്തിനും ബാക്കിലേക്കാണ്. എല്ലാം പേടിയാണ് ഇവക്ക്. ഒരു സ്റ്റേജിൽ ഒരു പ്രോഗ്രാം പറയാൻ പറഞ്ഞാൽ പേടിയാണ്, പറഞ്ഞാൽ സംസാരിക്കാൻ ചില വാക്കുകൾ തിരിയായികയുണ്ട്. പക്ഷെ ഇവളുടെ താഴെയുള്ള അനിയനുണ്ടല്ലോ, ഭയങ്കര മിടുക്കനാ, എല്ലാ കാര്യവും നന്നായി പെർഫോം ചെയ്യും, എല്ലാത്തിനും മുൻപന്തിയിൽ അവൻ. ഇത് ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും? തീർച്ചയായും ഞാനൊരു ഇൻട്രോവേർട്ടാണ്, എന്നെ ഒന്നിനും കൊള്ളില്ല. കുറച്ചും കൂടി ഗ്രോ ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ വരുന്നത് എന്താ? എന്റെ അനിയനെ മതി എല്ലാവർക്കും, എന്നെ ആർക്കും വേണ്ട, ഞാൻ ഇൻട്രോവേർട്ടാണ്. വീണ്ടും വീണ്ടും ആ കുട്ടി ബാക്കിലേക്ക് പോകും. നമ്മൾ എത്രത്തോളം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ പോലും പേരൻസിന്റെ വായിൽ നിന്ന് അറിയാതെ വീഴുന്ന ഒരു വാചകം കുട്ടിയുടെ മനസ്സിലുണ്ടാക്കുന്ന വേദന എത്രത്തോളമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കുട്ടികളെ മാക്സിമം മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ പേരൻസ് ശ്രമിക്കുക. സ്റ്റേജിൽ കയറി പാട്ടുപാടിക്കോ അല്ലെങ്കിൽ പ്രസംഗിച്ചോ, മോശമായിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല, പ്രോത്സാഹിപ്പിക്കുക. നീ കഴിഞ്ഞ തവണ പറഞ്ഞേക്കാൻ നന്നായി പറഞ്ഞു കേട്ടോ, കുറച്ചും കൂടി ഫ്ലൂവന്റ് ആയി നീ സംസാരിക്കുന്നുണ്ട്, വെരി ഗുഡ്, നിന്നെ കൊണ്ട് ഇനിയും സാധിക്കും. ഓട്ട മത്സരത്തിൽ ചേർക്കുക. ഓടാൻ മിടുക്കില്ലാത്ത കുട്ടിയായിരിക്കും, സങ്കടപ്പെട്ട് വരുമ്പോ പറയുക, വിഷമിക്കണ്ട, അവൻ ഓടിയത് ഇന്ന രീതിയിലാണ്, നീ അതുപോലെ കുറച്ചും കൂടി പെർഫോം ചെയ്യാൻ പറ്റും, നീ വീണ്ടും വീണ്ടും ശ്രമിക്കുക, നീ നന്നായിയാണ് ചെയ്യുന്നത്, കുറച്ചും കൂടി നന്നായി ശ്രമിച്ചാൽ ഇതിലും മുൻപന്തിയിൽ എത്താൻ നിനക്ക് സാധിക്കും. മത്സരബുദ്ധി ഇല്ലാതെ കുട്ടിയുടെ മനസ്സിലേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മൾ തന്നെയാണ് ഇൻട്രോവേർട്ടുകളും എക്സ്ട്രോവേർട്ടുകളെ ഒക്കെ സൃഷ്ടിക്കുന്നത്. കുട്ടിയുടെ ഉള്ളിൽ മത്സര സ്വഭാവവും സ്പർദ്ധയും ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. ഏത് പ്രശ്നം വന്നാലും പേരൻസ് കൂടെ ഉണ്ടാവണം. നമ്മൾ പല പേരൻസ് പറയുന്ന ഒരു കാര്യമാണ്, ടീനേജ് ആയതിനു ശേഷം കുട്ടിയുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പല പേരൻസിനും അറിയാം, പല ടീച്ചേഴ്സിനും അറിയാം എന്തുകൊണ്ടാണ് ടീനേജേഴ്സ് ഇത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന്, അവരുടെ വരുന്ന ഹോർമോൺ ചേഞ്ചസ്. പക്ഷെ പല പേരൻസും ഇതറിയാമെങ്കിൽ കൂടിയും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവരുടെ ആ തലത്തിലേക്ക് എത്താൻ ഇവർക്ക് സാധിക്കുന്നില്ല. പല വീടുകളിലും പേരൻസും കുട്ടികളും തമ്മിൽ ഏറ്റവും കൂടുതൽ സ്പർദ്ധ ഉണ്ടാകുന്ന ഒരു കാലാണ് ടീനേജ്. നമ്മൾ ഈ റെസിലിയൻസ് പേരൻസ് എന്ന് പറയുമ്പോൾ കുട്ടികളെ ഭയങ്കരമായി പ്രൊട്ടക്ട് ചെയ്ത് അടച്ചു പിടിച്ച് എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഉണ്ട് കൂടെ എന്ന് പറയുന്നതിന് പകരം, ഒരു പ്രശ്നം വന്നാൽ നിനക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് ഒരു ആത്മവിശ്വാസം കൊടുക്കുകയാണ് വേണ്ടത്. ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്റെ വീടിനടുത്തുണ്ടായ ഒരു സംഭവമാണ്. ആ കുട്ടി ഓമനിച്ച് വളർത്തിയിരുന്ന ഒരു പട്ടി, ചെറിയ പട്ടിക്കുട്ടി, അത് ചത്തുപോയി. എന്തോ അസുഖം വന്നോ മറ്റാണ്. അവിടെ പേരന്റ് പറയുന്നുണ്ട്, ആ കുട്ടി വല്ലാതെ കരയാണ്, വാവിട്ട് കരയാണ്. അവിടെ ഒരു പേരന്റ് പറയാണ്, കരയണ്ട, വേറെ മേടിച്ചു തരാം. സത്യത്തിൽ ആ പേരന്റ് പറഞ്ഞത് ശരിയാണോ? ആരെങ്കിലും ഒരു അഭിപ്രായം പറയും? ആർക്കെങ്കിലും? ഇല്ല. യെസ് മാം. മാം മ്യൂട്ടാണെന്ന് തോന്നുന്നു. ആ ഓക്കെ. പാരന്റ് പറഞ്ഞത് ശരിയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലോസ് ആക്സെപ്റ്റ് ചെയ്യാൻ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. വേറൊരു പട്ടിക്കുട്ടിയെ വാങ്ങണോ വേണ്ടേ എന്നുള്ളത് ഒരു പിന്നത്തെ ഡിസിഷൻ അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വെരി ഗുഡ് മാം, സൂപ്പർ. കാരണം ഒരു പേരന്റ് എന്ന രീതിയിൽ മാം അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ തോന്നും സാരമില്ല, വേറെ ഒരെണ്ണം വാങ്ങാം. പക്ഷെ ആ കുട്ടിയുടെ ഇമോഷൻസിനെയാണ് അവിടെ തരം താഴ്ത്തപ്പെടണേ അല്ലേ? കുട്ടി ഒരു സങ്കടം വരുമ്പോൾ സങ്കടങ്ങളെയും ദേഷ്യങ്ങളെയും എല്ലാ വികാരങ്ങളെയും കുട്ടികൾ പോസ് ചെയ്യാൻ പഠിക്കണം. അതിന് പേരൻസിന്റെ സപ്പോർട്ട് വേണം. പക്ഷെ എങ്കിൽ കൂടിയും ഒരു സങ്കടം വരുമ്പോൾ സാരമില്ല എന്നുള്ള വാക്ക് സത്യം പറഞ്ഞ ഇറിറ്റേറ്റിംഗ് അല്ലേ? സാരമുണ്ട്, ആ കുട്ടിക്ക് ആ വിഷമം താങ്ങാവുന്നതിലപ്പുറമാണ്. അപ്പൊ അവന്റെ ഇമോഷൻസ് റിലീസ് ചെയ്യാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കുക. ഒരു ഇമോഷൻസിനെയും സപ്രസ് ചെയ്യരുത്. ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞൊരു വാചകം ഞാൻ ഓർക്കുന്നു. ആ കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്ന സമയത്ത് കുട്ടി പലയിടത്തും കൗൺസിലിങ്ങിന് കൊണ്ടുപോയി, കുട്ടി മനസ്സ് തുറന്ന് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല, ആരുമായിട്ട് ഇന്ററാക്ഷൻസ് ഇല്ല.
ഒരുപാട് ചോദിച്ചു. അവസാനം കുട്ടി എല്ലാ കാര്യങ്ങളും അവനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അപ്പൊ ലാസ്റ്റ് ആ മേഡം ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് എന്നോട് മാത്രം, പല സൈക്കോളജിസ്റ്റിന്റെ അടുത്തും നീ മനസ്സ് തുറക്കാതെ എന്നോട് ഇത്രയും നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്തത്? അപ്പൊ ആ കുട്ടി പറഞ്ഞ മറുപടി, ഞാൻ വളരെയധികം ശ്രദ്ധിച്ചൊരു കാര്യം, മേഡം എന്നോട് സാരമില്ല എന്നുള്ള വാക്ക് പറഞ്ഞില്ല. നമുക്ക് തോന്നും അതെന്താ അങ്ങനെ, സാരമില്ല എന്ന് പറയുന്നത് നല്ലതല്ലേ? കാരണം ആ കുട്ടി പറയുന്നൊരു വാചകം, എന്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഞാൻ എന്ത് പ്രശ്നം വന്ന് കരഞ്ഞു പറഞ്ഞാലും അവര് പറയുന്ന ഒരൊറ്റ വാചകമാണ്, സാരമില്ല പോട്ടെ. എന്റെ കൂടെയുള്ള കൂട്ടുകാരെ എന്നെ കളിക്കാൻ കൂട്ടുന്നില്ല, സാരില്ല പോട്ടെ. പക്ഷെ അവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട എന്താ, നീ അതോർത്ത് വിഷമിക്കണ്ട. അവിടെ കളിക്കാൻ കൂട്ടില്ല നിൽക്കുന്ന വേറെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടോന്ന് നീ നോക്കൂ, അല്ലെങ്കിൽ അവരോട് തുറന്നു ചോദിക്കൂ, എന്തുകൊണ്ടാണ് എന്നെ കളിക്കാൻ കൂട്ടാത്തത്? അവന്റെ ഇമോഷൻ വളരെ വലുതാണ്. ആ ഇമോഷൻസിന് നമ്മൾ വാല്യൂ കൊടുക്കണം. ആ വാല്യൂ കൊടുക്കുമ്പോൾ കുട്ടികൾ പേരൻസിന് ഇമോഷണൽ വാല്യൂസ് കൊടുക്കും. അല്ലാതെ ഇന്നത്തെ കുട്ടികൾക്ക് സ്നേഹമില്ലാതായിട്ടില്ല. ഇമോഷണൽ കണക്ഷൻസ് എല്ലാ കാലത്തും മാതാപിതാക്കൾക്ക് കുട്ടികൾ കൊടുത്തിട്ട് ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു നല്ല പേരന്റ് ആവുക എന്ന് വെച്ചാൽ പെർഫെക്റ്റ് പേരന്റ് ആവുക എന്നല്ല, നല്ലൊരു ഹീലർ ആവുക. എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ കൂടെ ഉണ്ടാകും. അല്ലാതെ ഈ കുട്ടി എന്ത് കുരുത്തക്കേട് കാണിച്ചോട്ടെ, എന്ത് പ്രശ്നത്തിൽ ചെന്ന് പെട്ടോട്ടെ, എനിക്ക് അതിൽ ഇടപെടേണ്ട കാര്യമില്ല. പെർമിസീവ് പേരൻസ് എന്ന് പറയും. ഏത് വിഷയത്തിൽ ചെന്ന് പെട്ടാൽ എന്നോട് പറയണ്ട, എനിക്ക് തലവേദനയാണ്, കേൾക്കാൻ വയ്യ, അങ്ങനെ പറയുന്ന പേരൻസ് ഉണ്ട്. ഈ ഹെലികോപ്റ്റർ പേരന്റിങ് പോലെ അപകടകരമായ ഒരു അവസ്ഥയാണിത്. മറ്റു ചില പേരൻസ് ഉണ്ട്, കുട്ടി കരയുന്ന കണ്ടാൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. ഞാൻ കണ്ട കാഴ്ചയാണ്, ഒരു കുട്ടി എന്തോ ചെറിയ കാര്യത്തിന് കരയുകയാണ് ഭയങ്കര ശബ്ദത്തില്. കുറച്ച് ആൾക്കാരുള്ള ഒരു സ്ഥലത്താണ്. വേഗം കുട്ടിയുടെ അച്ഛൻ പറയുകയാണ്, വായ പൊത്തടാ, ശബ്ദം പുറത്തേക്ക് വരരുത്. കുട്ടി ആ ഇമോഷൻസ് പുറത്തേക്ക് വരാൻ പറ്റാണ്ട് സപ്രസ് ചെയ്ത്, എനിക്ക് ഇപ്പോഴും ആ കുട്ടിയുടെ കണ്ണിലെ പേടി ഓർമ്മയുണ്ട്. പേടിച്ചത് വായ പൊത്തുക, ശബ്ദം പുറത്തേക്ക് വരരുത്, പുറത്ത് വന്ന് ഞാൻ അടിച്ച് തൊട്ട പൊട്ടിക്കും. ഭീഷണിയാണ് അതോറിറ്റേറിയൻ പേരൻസ്. അങ്ങനെയുള്ള പേരൻസിന്റെ കൂടെ വളരുന്ന ആ കുട്ടിയുടെ മെന്റൽ സ്റ്റേറ്റ് ഏത് തലത്തിലേക്ക് പോകും? ഒരു വ്യക്തി നന്നായി പെരുമാറുമ്പോൾ അത് ആ വ്യക്തിയുടെ മാത്രം ഗുണമല്ല, നല്ല പേരന്റിങ്ങിന്റെ ഗുണം അല്ലേ? കുട്ടിയെ ഇമോഷൻസിനെ ഇമോഷനായി കാണാനും സങ്കടങ്ങളെ അതിന്റെ വാല്യൂവിനോട് കൂടി മനസ്സിലാക്കാനും നമ്മൾ പേരൻസ് എപ്പോഴും പഠിപ്പിച്ചു കൊടുക്കണം. ബന്ധങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി കൊടുക്കുന്ന പോലെ തന്നെ കുട്ടികളുടെ വേദനകൾ, സങ്കടങ്ങൾ, വിഷമങ്ങൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അവരെ കൊണ്ട് തന്നെ പഠിപ്പിക്കണം. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടി തന്റെ റെക്കോർഡ് ബുക്ക് മറന്നു. ഇന്ന് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റാ. സ്കൂൾ ബസ് എത്താറായി. അപ്പൊ കുട്ടി പറയുകയാണ്, അയ്യോ ഞാൻ റെക്കോർഡ് എടുക്കാൻ മറന്നു. അച്ഛൻ അല്ലെങ്കിൽ അമ്മ ആ കുട്ടിയോട് ഏത് രീതിയിൽ ബിഹേവ് ചെയ്യും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സ്വാഭാവികമായിട്ടും നമുക്ക് ആ സിറ്റുവേഷനിൽ നിൽക്കുകയാണ്, എന്ത് പറയും മറുപടി? സ്കൂൾ ബസ് വരണേന് തൊട്ട് മുന്നാണ് കുട്ടി പറയുന്ന റെക്കോർഡ് ബുക്ക് മറന്നുപോയിന്ന്. ദേഷ്യം വരും മാം. ദേഷ്യം വരും. നമ്മള് പറയും ഇതൊക്കെ അങ്ങനെ തന്നെ, എന്നും മറന്നു പോവും, എനിക്ക് ഒരു തിരക്കില്ലല്ലോ, നമ്മളൊക്കെ തിരക്കിലാണ്, തിരക്കില്ലാതെ എനിക്ക് എന്റെ ആ കാര്യം എനിക്ക് നോക്കിക്കൂടെ എന്ന് പറയും. അതെ അതെ, തീർച്ചയായും. ചിലപ്പോ അല്ലാതെ ഷൗട്ട് ചെയ്യും. ശരി. അല്ലെ? ആ കുട്ടി പേടിച്ച് കരയും. ഇനിയിപ്പോ എന്ത് ചെയ്യും? അച്ഛന്റെ അമ്മയുടെ ചീത്ത കേൾക്കണു, സ്കൂളിൽ ചെല്ലുമ്പോ അവരുടെയും വഴക്ക് കേൾക്കണം. ഇത്രയും ചീത്ത പറഞ്ഞതിന് ശേഷം സ്വാഭാവികമായും ഏത് മനുഷ്യർക്കും വഴക്ക് പറയാൻ തോന്നും. ആ വഴക്ക് പറയുന്നതിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാചകങ്ങൾ അനുസരിച്ചിരിക്കുക ആ കുട്ടിയുടെ മെന്റൽ സ്റ്റേറ്റ്.
മറവി സ്വാഭാവികമാണ് അല്ലേ? നമുക്ക് മറവികൾ ഒരുപാട് സംഭവിക്കാറുണ്ട്. അതുപോലെ ആ കുട്ടിയും അത് മറന്നുപോയി. വായി തോന്നിയ ചീത്ത മുഴുവൻ വിളിച്ചിട്ട് ഓഫീസിൽ പോണ്ട അച്ഛൻ അല്ലെങ്കിൽ അമ്മ ആ റെക്കോർഡ് ബുക്കും കൊണ്ട് സ്കൂളിലേക്ക് പോകും. ഭൂരിഭാഗം പേരും. ചിലര് പോയി പടി നോക്കട്ടെ, നിന്റെ എന്താന്ന് വെച്ചാൽ നിനക്ക് കേൾക്കാനുള്ളത് കേട്ടോ, മേടിച്ചെടുത്തോ, ഞാൻ ഇതിൽ ഇടപെടില്ല എന്ന് പറയും. അല്ല, ഇതിൽ ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കും. പക്ഷെ നമ്മൾ കുട്ടിയോട് ചോദിക്കണം. പലർക്കും സാധിക്കില്ല. ആ ഒരു സ്റ്റേജിൽ ആരുടെയും കൈ വിട്ടു പോകും. പക്ഷെ പലർക്കും സാധിക്കില്ല എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണമെന്ന്. പക്ഷെ സൈക്കോളജിക്കലി പറയുന്നത്, ആ കുട്ടിയോട് ചോദിക്കുക, നീ ടീച്ചറോട് ഒരു ദിവസവും കൂടി അവധി ചോദിക്കാൻ പറ്റുമോ? ഞാൻ മറന്നുപോയി, ഞാൻ നാളെ രാവിലെ സബ്മിറ്റ് ചെയ്തോളാം എന്ന് ടീച്ചറോട് സംസാരിക്കാനുള്ള ധൈര്യം നിനക്കുണ്ടോ? ഈ പ്രശ്നത്തെ നിനക്ക് പരിഹരിക്കാൻ എങ്ങനെ പറ്റുമെന്ന് ആ കുട്ടിയോട് തന്നെ ചോദിക്കുക. എല്ലാ പേരൻസിനും പറ്റണ കാര്യമല്ല. പക്ഷെ അങ്ങനെ സാധിക്കുകയാണെങ്കിൽ ഏത് ചെറിയ പ്രശ്നമായിക്കോട്ടെ വലിയ പ്രശ്നമായിക്കോട്ടെ, പേരൻസിനോട് ധൈര്യത്തോടെ എന്തും തുറന്നു പറയാനുള്ള ഒരു ധൈര്യം കുട്ടി അവർ ആർജിച്ചെടുക്കുകയാണ്. ശരിയല്ലേ? കുട്ടി പിന്നീട് ആ റെക്കോർഡ് ബുക്ക് എന്നല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യവും മറക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അവനെ തന്നെയാണ് ഏൽപ്പിക്കുന്നത്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും ഏതു മനുഷ്യർക്കും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും പഠിക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ ജെൻസി കുട്ടികൾ അവരാണ് ഏറ്റവും ഭാഗ്യം ചെയ്തവരെന്നാണ് പറയുന്നത്. കാരണം കുടുംബത്തിലെ ഒരു ഉത്തരവാദിത്തങ്ങളും അവർക്ക് അറിയണ്ട, ലോണുകൾ അടയ്ക്കണ്ട, ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ ഇഷ്ടം പോലെ അടിച്ചു പൊളിക്കാം. അതുകൂടാതെ വീട്ടിൽ നിന്ന് പോക്കറ്റ് മണി, ഒരു ടെൻഷനും ഇല്ല. നമ്മുടെ പഴയ തലമുറയില് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം, പ്രത്യേകിച്ച് ആൺകുട്ടികൾ. അച്ഛനമ്മമാരുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കണം. സഹോദരിമാരുണ്ടെങ്കിൽ അവരെ വിവാഹം കഴിപ്പിച്ചയക്കണം. പക്ഷെ ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണ്ട. സുഖജീവിതം, അവർ പണം ഉണ്ടാക്കുന്നു, അവർ എൻജോയ് ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യത്തെയും അതിജീവിക്കാനുള്ള ഒരു കഴിവ് അവർക്കില്ല. ചെറിയൊരു പ്രശ്നം വരുമ്പോൾ സൂയിസൈഡ് ചെയ്യുക എന്നൊരു മാർഗമല്ലാതെ അവർക്ക് അടുത്ത വേറൊരു ഓപ്ഷൻ ഇല്ല. ഒരു പ്രേമനൈരാശ്യം വന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു, അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല. ഇത്തരത്തിലുള്ള പേരൻസ് ആണെങ്കിൽ, അതായത് ഒരു ഹീലർ പേരന്റ് അല്ലെങ്കിൽ റെസിലിയന്റ് പേരന്റ് അല്ലെങ്കിൽ, അവർക്ക് പേരൻസിനോടും തുറന്നു പറയാൻ ഭയമായിരിക്കും. വേറൊരു ഓപ്ഷൻ ഉള്ളത് മരിക്കുക എന്നുള്ളതാണ്. സങ്കടം സഹിക്കാൻ വയ്യ, അവർ തീർച്ചയായും ഒരു ഓപ്ഷൻ എടുക്കും. കഴിഞ്ഞ ദിവസം 22 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഫ്ലെക്സ്, ജിം ട്രെയിനറാണ് ആ കുട്ടി. ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ കേട്ടൊരു കാര്യമാണ്, കുട്ടിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല, സ്നേഹിച്ചിരുന്ന പെൺകുട്ടി തേച്ചിട്ട് പോയി. എന്താണ് കാര്യം എന്നറിയില്ല. വേറൊരു പേരന്റ് അത് കേട്ടിട്ട് പറയുകയാണ്, ഇത്രയും ചെറിയൊരു കാര്യത്തെ അതിജീവിക്കാൻ അവന് കഴിയില്ലെങ്കിൽ ഇവനൊക്കെ പോയി മരിക്കുന്നതാ നല്ലത്. പക്ഷെ ആ കുട്ടി അനുഭവിച്ചിരുന്ന മാനസിക ബുദ്ധിമുട്ട്, അത് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു പക്ഷെ ആരോടെങ്കിലും ഷെയർ ചെയ്തിരുന്നെങ്കിൽ ആ കുട്ടി ഇന്നും ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവുമായിരുന്നു. ശരിയല്ലേ? പണ്ട് കാലത്തെ അപേക്ഷിച്ച് ആത്മഹത്യകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ചെറിയ പ്രശ്നങ്ങൾ പോലും താങ്ങാനുള്ള കഴിവ്, അതിനെ അതിജീവിക്കാനുള്ള കഴിവ് ഇന്നത്തെ തലമുറയിൽ ഇല്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയുണ്ട്, ഒരു പ്യൂപ്പ പൊട്ടിച്ച് ചിത്രശലഭം പുറത്തേക്ക് വരുന്നത്. അത് എത്ര ബുദ്ധിമുട്ടിയായിരിക്കും അത് പൊട്ടി പുറത്തേക്ക് വരുന്നത്. അതിലൊരു കുട്ടി അത് പൊട്ടിച്ചു കൊടുത്തു. അത് ആ പൂമ്പാറ്റ ആ പുഴു സ്ട്രെയിൻ ചെയ്യുന്നു. ഇത്രയും സ്ട്രെയിൻ ചെയ്യണ്ട, എന്നാൽ ഞാൻ സഹായിച്ചു കൊടുത്തേക്കാം എന്നോർത്ത് ആ പ്യൂപ്പ പൊട്ടിച്ചു കൊടുത്തു. എന്തു പറ്റി? അവൻ ഈസി ആ പുഴുവിന് പുറത്ത് വന്ന് ചിത്രശലഭമായി. പക്ഷെ അതിന് പറക്കാനുള്ള കഴിവ് കിട്ടിയില്ല.
കാരണം അതിജീവിച്ചു വരുമ്പോൾ മാത്രമേ അതിന് പറക്കാനുള്ള ശേഷി കിട്ടുള്ളൂ. നമ്മൾ പല പേരൻസും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ പ്യൂപ്പ പൊട്ടിച്ചു കൊടുക്കൂ അല്ലെ. എന്ത് പ്രശ്നം വന്നാലും അയ്യോ അവനെ കൊണ്ട് പറ്റില്ല, അവളെ കൊണ്ട് പറ്റില്ല, ചെറിയൊരു ജോലി ഏൽപ്പിച്ച അവൻ പഠിച്ചോട്ടെ, അവൻ വയ്യാണ്ടിരിക്കുക, ഞാൻ ചെയ്തോളാം എല്ലാം. പേരൻസ് എല്ലാം ഏറ്റെടുക്കും. ഒരു കാര്യവും ഒരു ഉത്തരവാദിത്വം കുട്ടികളെ ഏൽപ്പിക്കാതെ എല്ലാ കാര്യവും പേരൻസ് തന്നെ ചെയ്തു കൊടുക്കും. പല വീടുകളിലും കണ്ടേക്കുന്ന ഒരു കാഴ്ചയാണ്, റെക്കോർഡ് എഴുതാണ്ടെങ്കിൽ അമ്മ എഴുതി കൊടുക്കും. 2 ലൈൻ നോട്ട്ബുക്കിൽ ABCD ആ ഈ ചെറിയ അക്ഷരങ്ങള് കുട്ടി പഠിക്കുക, എഴുതി കൊടുക്കുന്നത് അമ്മ. അമ്മ ജോലിത്തിരക്ക് കഴിഞ്ഞ് വീട്ടിലെ ജോലിയും കൂടാണ്ട് മോനെ എഴുതി കൊടുക്കുക. ഇത്തരം ചെറിയൊരു കാര്യങ്ങൾ പോലും കുട്ടിയെ കൊണ്ട് ചെയ്യിക്കാതെ, അവനെ ബുദ്ധിമുട്ടിക്കാതെ, അത്രയും സ്ട്രെയിൻ അവൻ മറ്റെന്തെങ്കിലും കാര്യത്തിൽ അവൻ ആക്ടിവിറ്റീസിൽ പൊക്കോട്ടെ, അവൻ ഇത്രയും പോലും ബുദ്ധിമുട്ടിക്കരുത്. പഠിക്കുന്ന കാര്യങ്ങൾ പോലും, ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും കുട്ടിയെ കൊണ്ട് ചെയ്യിക്കാതെ, അവന്റെ ഉത്തരവാദിത്തത്തിൽ ചെയ്യേണ്ട കടമകൾ പോലും ചെയ്യിപ്പിക്കാതെ ഈ പ്യൂപ്പ പൊട്ടിച്ചു കൊടുക്കുന്ന പോലെ കുട്ടിയെ സഹായിച്ചു കൊടുക്കുകയാണ്. നമ്മൾ എന്താണ് അവർക്ക് കൊടുക്കുന്ന സന്ദേശം? സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും ഒക്കെ ആയിരിക്കും. പക്ഷേ ചെറിയൊരു പ്രശ്നത്തെ പോലും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാത്തൊരവസ്ഥയിലേക്ക് എത്തും. നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുന്നത് ഒരു കാറ്റോ മഴയോ വരുമ്പോൾ വാടിത്തളർന്നു പോകുന്ന ചെടികളാവാതെ, ഏത് കാറ്റും മഴയും വന്നാലും അതിനെ അതിജീവിക്കാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടെന്ന് അവനെ സ്വയം ബോധ്യപ്പെടുത്തുക. ഐ ക്യാൻ എന്ന് പറയുന്നതിന് പകരം എനിക്ക് ഈ പ്രശ്നത്തെ, ഈ പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കുമെന്ന് പൂർണ്ണമായ ധൈര്യം, പൂർണ്ണമായ ഒരു ആത്മവിശ്വാസം കുട്ടിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കുക. ഇനി വരുന്നൊരു തലമുറയെ, അതായത് അതിജീവന ശേഷിയുള്ള തലമുറയെ പേരൻസ് എന്ന നിലയിൽ നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കണം. ശരിയല്ലേ? നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ചെറിയ കാര്യങ്ങൾ പോലും കുട്ടിയിൽ അത് ഉണ്ടാക്കുന്ന മാനസിക അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായിണ്ടാവുള്ളൂ. പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും വളരെ ഡീപ്പായിട്ട് നമ്മൾ ചിന്തിച്ചു പോകാത്ത കാര്യങ്ങളാണിത്. എങ്ങനെയാണ് കുട്ടികളെ അതിജീവന ശേഷിയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ പേരൻസ് എന്ന രീതിയിൽ നമ്മുടെ കുട്ടികളെ അതിജീവന ശേഷിയുള്ള ഒരു തലമുറക്കാരായി വളർത്തിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. താങ്ക് യു ഫോർ ഓൾ. താങ്ക് യു. ആ വാക്കുകളിലെ സ്ഫുടത, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. നല്ല സംസാര ശൈലി. ആ സംസാരം പെട്ടെന്ന് വേഗം മനസ്സിലാവും. ചിലർ സംസാരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കില്ല. നല്ല എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് മാമിന്റെ സംസാരം. താങ്ക് യു മാം. All the താങ്ക് യു best. വെരി മച്ച്. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനോ ആഡ് ഓൺ ചെയ്യാനോ ഉണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ആർക്കും ഒന്നും ആഡ് ഓൺ ചെയ്യാനില്ലാന്ന് തോന്നുന്നു. ആരെങ്കിലും അഭിപ്രായം പറഞ്ഞിരുന്നെങ്കിൽ ഏത് രീതിയിൽ ഞാൻ മാറ്റങ്ങൾ വരുത്തണം, എന്താണ് എന്റെ ഭാഗത്ത് നിന്ന് തിരുത്താനുള്ളത് ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. എനിക്ക് ധൈര്യമായി ഇനി ക്ലാസ്സുകളുമായി മുന്നോട്ട് പോകായിരുന്നു. എന്ത് അഭിപ്രായം വേണമെങ്കിലും പറഞ്ഞോളൂ. നെഗറ്റീവ് ആണെങ്കിലും ഞാൻ അതിന് സ്വീകരിക്കാൻ തയ്യാറാണ്. അതിജീവന ശേഷിയുള്ള തലമുറയെ വാർത്തെടുക്കുമ്പോൾ അതിജീവനം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, എനിക്ക് പറയാമോന്ന് അറിയില്ലേ, ഞാനിപ്പോ ട്രെയിനറിന്റെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പൊ എനിക്ക് തീർച്ചയായിട്ടും ആർക്കും ക്ലാസ് കേട്ട ആർക്കും അഭിപ്രായം പറയാമേ. എന്തായാലും ദീപ്തിയുടെ നല്ല സൗണ്ട് ആയിരുന്നു കേട്ടോ, നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. താങ്ക് യു സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പാരന്റിങ് ഒക്കെ പറഞ്ഞപ്പോ എന്റെ മക്കളൊക്കെ വലിയ മക്കളാണ് കേട്ടോ. അപ്പൊ ഞാൻ ഓർത്ത്
ഞാൻ ഉം. ഇപ്പോഴും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാനും വർക്കിംഗ് ആയിരുന്നു. അപ്പൊ ഈ പറഞ്ഞ മാതിരി പലതിലും ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോഴും 32 വയസ്സായ എന്റെ മോൾക്ക് ഞാൻ ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ല, സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചാൽ ഒരു ബാക്ക് സപ്പോർട്ട് എപ്പോഴും നല്ലതാണ്. പക്ഷെ ഇതൊക്കെ എന്ത് വന്നു കാര്യത്തിനും കഴിഞ്ഞ് കുട്ടിയെ കൊണ്ട് ഇതൊക്കെ വന്നു ചെയ്യിക്കാതെ കഴിയുമ്പോ ഭയങ്കര ക്ഷീണം, ഭയങ്കര തളർച്ച, അങ്ങനെയൊക്കെ പറയും. അപ്പൊ നമ്മളത് ചെയ്തു കൊടുത്ത്, പണ്ടും ചെയ്തു കൊടുത്ത് ഇപ്പോഴും അത് ചെയ്തു കൊടുക്കാണെന്നൊക്കെ എനിക്കിങ്ങനെ തോന്നാറുണ്ട്. ഇപ്പൊ തോന്നി അതൊക്കെ. ഉം. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി അങ്ങനെ കുറച്ച് കാര്യങ്ങള്, അപ്പൊ അതെനിക്ക് തോന്നി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പണ്ടേ വർക്കിംഗ് ആവുമ്പോ നമ്മൾ വൈകുന്നേരം വരുമ്പോ ഇവര് ഇത്ര നേരം മിസ്സിംഗ് ആയിരുന്നല്ലോ, അപ്പൊ ഇവർക്ക് നല്ലത് ചെയ്തു കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. അതൊക്കെ ഒരു ശീലമായി അത്. അപ്പൊ ഇനി അല്ല, വരുന്ന ഇനി കുറെ പേര് ഇനി വരുന്ന യങ്, തലമുറ ഇനി ഒരു ഗ്രാൻഡ് പേരന്റ് ആകുമ്പോൾ അതെ, ആ കുട്ടിയുടെ വാശിക്കും ദേഷ്യത്തിനും വാശി സപ്പോർട്ട് നിൽക്കാതെ പക്ഷെ ഇപ്പോഴും അവർ ആ സപ്പോർട്ട് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാ. അപ്പൊ ഇനിയുള്ള പ്രതീക്ഷിക്കും. യങ്ങായിട്ടുള്ള അമ്മമാരാണല്ലോ ഇതിനകത്ത് കുറെ പേര്. അപ്പൊ അവരൊക്കെ ഇനി ശ്രദ്ധിക്കട്ടെ, ഈ പിള്ളേരെ ഇങ്ങനെ വളർത്തരുത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എന്റെ മോൾക്കൊക്കെ 32 വയസ്സ്, ഇപ്പൊ സോഫ്റ്റ്വെയറിലാണ്. അപ്പൊ ആള് വന്ന് കിടപ്പാണ്, ഇനി എപ്പോ എഴുന്നേക്കുമെന്ന് അറിയില്ല. അതൊക്കെ നമ്മള് അന്നേ ചെയ്തു കൊടുത്തിട്ട് അത് ശീലമായി എന്ന് തോന്നി ഇപ്പൊ പറഞ്ഞപ്പോ. താങ്ങാൻ ആളുണ്ടെങ്കിൽ തളർച്ച കൂടും എന്നൊരു ചൊല്ലുണ്ട്. അപ്പൊ അങ്ങനെ തളർന്ന് കിടക്കും, കുറെ നേരം കഴിഞ്ഞിട്ട് എഴുന്നേക്കുള്ളൂ. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇനിയുള്ള യങ് ആയിട്ടുള്ള അമ്മമാരൊക്കെ ശ്രദ്ധിക്കുക, അത്രേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. നന്നായി പറഞ്ഞു മാം കേട്ടോ. ഓക്കെ, താങ്ക് യു, മാം താങ്ക് യു. അന്ന് ജോലി കഴിഞ്ഞ് വന്ന് തളർന്ന് കിടന്നപ്പോ എന്ത് ചെയ്തു? തളർന്ന് ഇല്ല, കിടക്കാൻ ഓപ്ഷൻ ഉണ്ടായോ? ഇല്ലല്ലോ. അന്ന് ഒരു തളർച്ച ഇല്ലല്ലോ, നമുക്ക് തളരാൻ പറ്റൂലല്ലോ. അന്ന് തളർച്ച ഉണ്ടായിട്ടേ ഇല്ല. കാരണം ഇവരെ അതെ. നോക്കണ്ടേ, കംപ്ലീറ്റ് വീട്ടിലെ ജോലി എല്ലാം ചെയ്യണം. ഇപ്പോഴും ഒരുപാട് മാം ആ ഡ്യൂട്ടി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. 32 വയസ്സ് കഴിഞ്ഞ മോളെ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. അതെ, ഇപ്പൊ ആള് വന്നിട്ടുണ്ട്, കിടക്കാണ്. ഇപ്പൊ കേക്കണ്ട പറയുന്നത്. അമ്മ ഇനി വയസ്സുകാലത്ത് ഓരോന്ന് പഠിച്ചിട്ട് വന്ന് ഓരോന്ന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത പറയും. അതുകൊണ്ട് അവള് കേൾക്കൂല, അതുകൊണ്ട് പറയുന്നത്. അമ്മയ്ക്കും വേണ്ട ഒരു റിട്ടയർമെന്റ്. അതെ, അതെ, അതെ. അങ്ങനെ റിട്ടയർമെന്റ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെയാന്ന് പറയാണ്. അപ്പൊ യങ് ആയിട്ടുള്ള അമ്മമാര് ഗവൺമെന്റ് അല്ല, അംബികേച്ചിക്ക് ടീച്ചർ ജോലിയിൽ നിന്ന് റിട്ടയർമെന്റ് കിട്ടി, പക്ഷെ വീട്ടു ജോലിയിൽ റിട്ടയർമെന്റ് ഇല്ല. ജോലിയും പിള്ളേരെ നോക്കണ ജോലിയും ഇപ്പോഴും നമ്മൾക്ക് ഫുള്ള്. ഡബിൾ ഡ്യൂട്ടി. അപ്പൊ അങ്ങനെ തോന്നി ഇത് പറഞ്ഞപ്പോ, നമ്മൾ അന്ന് നോക്കാമായിരുന്നു എന്ന് തോന്നി. ഇപ്പോഴും ഡ്രസ്സും എല്ലാം നമ്മൾ വാഷ് ചെയ്ത് കൊടുത്താൽ അവര് പോകും. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്തോടുത്ത് ശീലമായി എന്നറിയാം. നമുക്കൊരു ശീലായി, അവിടെയാണ് മാം, നമുക്കൊരു ശീലായി. നമുക്ക് ശീലമായി, അവർക്കും അത് ശീലമായി, രണ്ടുമായി. അതെ. അപ്പൊ ഇപ്പൊ ഇനിയുള്ള ചിലപ്പോ അവരും അമ്മമാരെങ്കിലൊക്കെ ഒക്കെ ആയിരിക്കും, പക്ഷെ നമ്മൾ ഈ ഹാബിറ്റ് വിടാൻ തയ്യാറാവില്ല. അതെ, അതെ, അതെ. ഈ പറഞ്ഞാല് അതിനകത്ത് നമുക്കും ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞാല് അവര് ചെയ്താൽ ശരിയാവില്ല എന്നൊരു തോന്നലും വരും ചിലപ്പോക്കെ. അതുകൊണ്ട് അതെ, അതെ. അത് ചെയ്താൽ ശരിയാവില്ല, ഇത് ചെയ്താൽ ശരിയാവില്ല. അതൊക്കെ പാരന്റ് എന്നുള്ള നിലയിലുള്ള കുറെ തോന്നലായിരിക്കാം. അപ്പൊ എന്തായാലും യങ് ആയിട്ടുള്ള അമ്മമാരൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് വളരെ മനോഹരമായി. റെസീലിയൻസ് ഇൻ പാരന്റ്സ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ നിന്നും തുടങ്ങി, അതിന്റെ ഒപ്പം റെസീലിയൻസ് ഇൻ ചിൽഡ്രൻ എന്നുള്ള ഏരിയയും കൂടി കവർ ചെയ്ത് പോയി എന്നുള്ളതാണ് ദീപ്തി മാം. അപ്പോ ശരിക്കും പല കാര്യങ്ങളും മാം പറഞ്ഞ ഓരോ പോയിന്റുകൾ പറഞ്ഞു പോകുന്നതിൽ ഓരോ കഥകൾ നമുക്ക് പറയാനുണ്ട് എല്ലാത്തിലും, അല്ലെ? നോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, ഇപ്പൊ ഏറ്റവും കൂടുതൽ ഞാനിപ്പം പലപ്പോഴും സെഷനുകളിലും കാര്യങ്ങളിലും പറയാറുള്ളത്, മക്കളെ ഒന്നും പഠിപ്പിച്ചില്ലെങ്കിലും നോ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കണം എന്ന് തന്നെയാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പ്രണയാഭ്യർത്ഥനയൊക്കെ കൊടുത്തിട്ടെ ഈ നിരസിക്കുമ്പം പെൺകുട്ടിയെ കൊല്ലുന്നതും ആത്മഹത്യ ചെയ്യുന്നതും ഇതൊക്കെയാണ് നമ്മൾ റിക്കറന്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ കാലഘട്ടത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ്? മറ്റൊരാളെ സ്നേഹിക്കരുത്, നോക്കരുത്, പ്രേമിക്കരുത്, പ്രേമിച്ച് കല്യാണം കഴിക്കരുത്, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആണ്. അതല്ല ശരിക്കും പറഞ്ഞാൽ അതിന്റെ ശരി. പ്രേമിക്കുന്നതോ സ്നേഹിക്കുന്നതോ അല്ല തെറ്റ്. പക്ഷെ നമ്മൾ പ്രേമിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മൾ തിരിച്ച് സ്നേഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഇത് നമ്മൾ മക്കളിൽ വളർത്തിയെടുക്കണം. നോ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സും കൂടി അവരിൽ വളർത്തിയെടുക്കണം. അതാണ് നമ്മുടെ റൈറ്റ് പാരന്റിങ് എന്ന് പറയുന്നത്. പലപ്പോഴും പ്രേമിക്കുന്നതോ അല്ലെങ്കിൽ അന്യജാതിക്കാരെ പ്രേമിക്കുന്നത് തെറ്റാണ്, അതിലൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യാറ് പാരന്റ്സ്. പക്ഷെ അതൊന്നും അല്ല. ഓപ്പോസിറ്റ് സെക്സ് ആവുമ്പോ ഇപ്പൊ നോർമലി നമ്മളിപ്പോ കാണുന്നത് സെയിം സെക്സ് അട്രാക്റ്റഡ് ആവുന്നില്ലേ? അപ്പൊ അതിലൊന്നും അതിനെയും ആക്സെപ്റ്റ് ചെയ്യാൻ പല പേരൻസിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല. അല്ല, അത് ആക്സെപ്റ്റ് ചെയ്യണ മുമ്പ് ഓപ്പോസിറ്റ് സെക്സിൽ ഇഷ്ടപ്പെടുന്നതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് അത് ആക്സെപ്റ്റ് ചെയ്യണം, കാലത്തിനനുസരിച്ച് അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് മക്കൾ അതിനെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, ഒരു നോയിനെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇറ്റ്സ് ക്വൈറ്റ് വെരി ഇമ്പോർട്ടന്റ്.
ആ ഏരിയാസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നോ പഠിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി ജീവിതം അവരുടെ സുഗമമാവും എന്നുള്ളത് തന്നെയാണ്. ഇന്നത്തെ ഈ ഒരു സെഷൻ മനോഹരമായി ഹാൻഡിൽ ചെയ്ത ദീപ്തി മാമിനും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഇൻട്രോ തന്ന സജന മാം ലീവ് ചെയ്തു തോന്നുന്നു. സജന മാമിന് ഒരുപാട് നന്ദി. ഇതുപോലെ തന്നെ മറ്റൊരു ട്രെയിനറുമായി മറ്റൊരു വിഷയവുമായി നമ്മൾ ഇനി ശനിയാഴ്ച കാണുന്നതായിരിക്കും. അന്നും ഇതുപോലെ തന്നെ ക്ലാസ്സിന് വരികയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എല്ലാവരും. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇത്രയും നല്ലൊരു അവസരം തന്നതിന് വിംബിൾ അക്കാദമിക്കും മാഡത്തിന്. കാരണം ചെറിയൊരു മിസ്റ്റേക്ക് പോലും, ഒരു ബ്രീത്തിങ്ങിൽ വരുന്ന വ്യത്യാസം പോലും മാം അത് വളരെ മൈന്യൂട്ടായിട്ട് ചെക്ക് ചെയ്തു. അത് പറഞ്ഞു തരുമ്പോൾ ശരിയാണല്ലോ, എനിക്കിങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലോ. അതെ അതെ, എനിക്കത് വളരെ എന്താ പറയാ, ഭയങ്കര അത്ഭുതമായിരുന്നു. പല കോഴ്സുകളിലും നമ്മൾ ചേർന്നുണ്ടെങ്കിൽ പോലും നമ്മള് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേരിയേഷൻസ്. ഇപ്പൊ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ഞാൻ ചില വാക്കുകൾക്ക് അനാവശ്യമായി സ്ട്രെസ് കൊടുക്കും. ഇപ്പൊ ഏറ്റവും പ്രധാനം ഇങ്ങനെയൊക്കെ ചിലപ്പോൾ അത് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ അത് കേൾക്കുമ്പോൾ ബോറിംഗ് ആണ്. അപ്പൊ അത് എന്റെ മിസ്റ്റേക്ക്, അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട് എന്ന് മാം മനസ്സിലാക്കി തരും. അപ്പൊ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉയരുകയാണ്. അപ്പൊ ഇത്തരം ഒരു അവസരം ഒരുക്കി തന്ന മാമിനും ഫൈസൽ സാറിന് എല്ലാവർക്കും വിംബിൾ അക്കാദമിക്ക് എന്റെ പ്രത്യേകം നന്ദി. ഇതോടെ നിർത്താതിരിക്കാൻ ഇനിയും സെഷൻസ് എടുക്കാൻ തീർച്ചയായിട്ടും വിംബിൾ മുന്നോട്ട് അക്കാദമിയിലെ ഓരോ അംഗങ്ങൾക്കും ഞാൻ എന്റെ നന്ദി മനസ്സിൽ തട്ടി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു എവ്രിവൺ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Thank you. Good night.